അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിടുവായ്ക്കും അഹങ്കാരത്തിനും അടികിട്ടി തുടങ്ങി. അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം അമേരിക്കയുടെ വളർച്ച കുറയുകയും കടബാധ്യത ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. നിലവിൽ ഏകദേശം 31,000 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് അമേരിക്കയ്ക്കുള്ളത്. ഇതോടെ ആഗോള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് അമേരിക്കയുടെ സോവറിൻ റേറ്റിംഗ് കുറച്ചു. AAA റേറ്റിംഗിൽ നിന്നും AA1 റേറ്റിംഗിലേക്കാണ് തരം താഴ്ത്തിയത്. നികുതികൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനവും ആഗോള വിപണികളിൽ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചതുമടക്കമുള്ള തെറ്റായ നയങ്ങളാണ് അമേരിക്കയുടെ വളർച്ചയെ ബാധിച്ചത്. നേരത്തെ മറ്റ് 2 പ്രമുഖ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളായ ഫിച്ചും S&Pയും അമേരിക്കയെ ഇത്തരത്തിൽ തരം താഴ്ത്തിയിരുന്നു. വാർഷിക ധനക്കമ്മിയുടെയും ഉയർന്ന പലിശ ചെലവുകളുടെയും പ്രവണത മാറ്റുന്ന നടപടികളിൽ US ഭരണകൂടം തുടർച്ചയായി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ റേറ്റിംഗ് തരം താഴ്ത്തിയത്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് വഴി ചെലവ് കുറയ്ക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടതും അതുപോലെ വിവിധ രാജ്യങ്ങൾക്കുള്ള താരിഫ് വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടാനുള്ള നീക്കവും പാളിയതോടെ ട്രംപ് ആകെപ്പെട്ട അവസ്ഥയിലാണ്. കൂടാതെ അമേരിക്കയുടെ ഈ നീക്കം ലോകരാജ്യങ്ങളുടെ ഇടയിൽ അമേരിക്കയോട് ഇഷ്ടക്കേടിനും തുടർന്ന് വ്യാപാര യുദ്ധത്തിലേക്കും അത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കകൾക്കും കാരണമായി. ഇത് തുടർന്നാൽ അമേരിക്കയുടെ ബോണ്ട് വിപണിയെ തന്നെ തകർക്കുകയും ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇതിനിടെ 2017 അമേരിക്കയുടെ നികുതി ഇളവുകൾ വിപുലീകരിക്കുന്ന ഒരു ബിൽ പാസാക്കാൻ ട്രംപ് ഒരുങ്ങുകയുമാണ്. ഇത് ട്രംപിന്റെ പ്രഖ്യാപിത നയമായിരുന്നു. ഇത് പ്രാബല്യത്തിൽ വന്നാൽ ഗവൺമെന്റിന്റെ വരുമാനം വീണ്ടും കുറയുകയും യുഎസിന്റെ സ്ഥിതി കൂടുതൽ വഷളാകുകയും ചെയ്യും. 2024 അമേരിക്കയുടെ ഫെഡറൽ കടബാധ്യത GDPയുടെ 98% ഇപ്പോഴത്തെ ഈ അവസ്ഥ തുടർന്നു പോകുകയാണെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് അത് 134% ഉയരുമെന്നും മൂഡീസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇത് ട്രംപ് ഗവൺമെന്റിന് അവരുടെ പ്രഖ്യാപിത നയമായ നികുതി കുറയ്ക്കലിന് കനത്ത തിരിച്ചടിയായി. ഇപ്പോൾ തന്നെ ട്രംപിനെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുപോലും ശബ്ദമുയരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ട്രംപ് മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള ചരക്കുകളുടെ കയറ്റുമതിക്ക് താരിഫ് വർദ്ധിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇതിനെതിരെ പല രാജ്യങ്ങൾ രംഗത്ത് വന്നെങ്കിലും ട്രംപ് അതിൽ ഉറച്ചു നിൽക്കുകയാണുണ്ടായത്. ഇതിനെതിരെ ചൈന ശക്തമായി രംഗത്ത് വരികയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയും താരിഫ് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്കയിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ ഭൂരിഭാഗവും ചൈനയിൽ നിന്നായതുകൊണ്ട് തന്നെ തിരിച്ചടികൾ കിട്ടാൻ തുടങ്ങിയതോടെ ട്രംപ് അയയുകയും താരിഫ് കുറയ്ക്കാൻ തയ്യാറാവുകയും ചെയ്തു. അല്ലെങ്കിലും ട്രംപ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു നിലപാടുമില്ല. എടുത്ത തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. ഈ വീണ്ടും വിചാരമില്ലാത്ത എടുത്തുചാട്ടം കൊണ്ട് തന്നെ ആഗോള തലത്തിൽ ട്രംപിന് സ്വീകാര്യത കുറഞ്ഞു വരികയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം അനിശ്ചിതമായി നീണ്ടതോടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ ഇടപെട്ട് പേരെടുക്കാൻ നോക്കി. ഇന്ത്യയുടെ ശക്തമായ എതിർപ്പ് വന്നതോടെ ആ വൈരാഗ്യം വെച്ച് ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്താൻ പ്രേരിപ്പിച്ചു. കൂടാതെ പാകിസ്ഥാന് പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. IMFൽ നിന്ന് പാകിസ്ഥാൻ അനുവദിച്ച 70,000 കോടിയുടെ ലോണും യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി അമേരിക്ക നൽകിയ 3,300 കോടി രൂപയും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതിനു പുറമെ ഇന്ത്യയിലേക്ക് വരുന്ന അമേരിക്കൻ നിക്ഷേപവും തടയാനുള്ള ശ്രമങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ആപ്പിളിന്റെ ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം തടഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യമായ പെരുമാറ്റങ്ങളും എടുത്തുചാട്ടങ്ങളും കൃത്യമായ നിലപാടില്ലായ്മയും അമേരിക്കയെ കൂടുതൽ കുഴപ്പത്തിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.